നെടുമ്പാശ്ശേരി വിമാനത്താവളം. അതിന്റെ കൂറ്റൻ ചില്ലുജാലകങ്ങൾക്കൊപ്പുറം പ്രകൃതി താണ്ഡവമാടുകയായിരുന്നു. കർക്കിടകമാസത്തിലെ പേമാരി. അത് ആകാശത്തെയും ഭൂമിയെയും ഒന്നിപ്പിക്കാൻ ശ്രമിക്കുന്നതുപോലെ തോന്നി. റൺവേയിലെ ലൈറ്റുകൾ മഴയുടെ തിരശ്ശീലയ്ക്കൊപ്പുറം മങ്ങിയ നക്ഷത്രങ്ങളെപ്പോലെ മിന്നിമറഞ്ഞു. കൊച്ചിയിൽ നിന്നും കോഴിക്കോട്ടേക്കുള്ള ആ ചെറിയ വിമാനം പുറപ്പെടാൻ തയ്യാറെടുക്കുകയായിരുന്നു. ടെർമിനലിനുള്ളിൽ യാത്രക്കാരുടെ വലിയ തിരക്ക്. ലാപ്ടോപ്പ് ബാഗുകളും ട്രോളി സ്വീറ്റ് കേസുകളുമായി തിരക്കിട്ട് നടക്കുന്നവർ. വില കൂടിയ പെർഫ്യൂമുകളുടെ ഗന്ധം ആ എയർ കണ്ടീഷൻ ചെയ്ത മുറിയിൽ തളം കെട്ടി നിന്നു. ആ ആൾക്കൂട്ടത്തിനിടയിലേക്കാണ് അയാൾ കടന്നുവന്നത്. നരച്ച ജടപിടിച്ച മുടി, തോളിൽ അഴുക്കുപിടിച്ച ഒരു പഴയ തോർത്തുമുണ്ട്, കറുത്തുമെലിഞ്ഞ ശരീരം, കാലിൽ ചെരുപ്പില്ല, കയ്യിൽ ഒരു മുഷിഞ്ഞ തുണിയിൽ പൊതിഞ്ഞ ചെറിയ ഭാണ്ഡം. ഹരിദാസ്. വയനാട്ടിലെ ഉൾക്കാടുകളിൽ നിന്നും നഗരത്തിലേക്കിറങ്ങി വന്ന വയോധികൻ. ഗേറ്റിലെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ അയാളെ സംശയത്തോടെ തടഞ്ഞു. ടിക്കറ്റുണ്ടോ? ഹരിദാസ് മറുപടി ഒന്നും പറഞ്ഞില്ല. അയാൾ കീശയിൽ നിന്നും ചുരുട്ടിപ്പിടിച്ച ഒരു കടലാസ് നീട്ടി. ഉദ്യോഗസ്ഥൻ അത് വാങ്ങി നോക്കി. ബിസിനസ് ക്ലാസ് ടിക്കറ്റ്. അയാൾ അത്ഭുതത്തോടെ ഹരിദാസിനെയും ടിക്കറ്റിനെയും മാറി മാറി നോക്കി. ഉരുവിൽ മടിയോടെയാണെങ്കിലും അയാൾക്ക് വഴി മാറിക്കൊടുത്തു. വിമാനത്തിനുള്ളിലേക്ക് കടക്കുമ്പോൾ എയർ ഹോസ്റ്റസുമാരുടെ മുഖത്തെ ചിരി മാഞ്ഞു. അവരുടെ കണ്ണുകളിൽ അവിശ്വസനീയതയും നേരിയ വെറുപ്പും നിഴലിച്ചു. മറ്റു യാത്രക്കാർ അയാളെ കണ്ടില്ലെന്ന് നടിക്കാൻ ശ്രമിച്ചു. ചിലർ മൂക്കുപുത്തി. സീറ്റ് നമ്പർ 3A, ജനലിനോട് ചേർന്ന സീറ്റ്. ഹരിദാസ് അവിടെയിരുന്നു. അയാളുടെ തൊട്ടടുത്തിരുന്ന മധ്യവയസ്കയായ സ്ത്രീ അയാളുടെ സാമീപ്യം സഹിക്കാനാവാതെ അസ്വസ്ഥയായി. അയാളുടെ ശരീരത്തിൽ നിന്നും ഉയരുന്ന പച്ചമണ്ണിന്റെയും കാടിന്റെയും ഗന്ധം അവർക്ക് അരോചകമായി തോന്നി. അവർ പെട്ടെന്ന് തന്നെ തന്റെ സാരിത്തുമ്പുകൊണ്ട് മൂക്കുപൊത്തി മുഖം തിരിച്ചു. ഇവരെയൊക്കെ ആരാണിങ്ങോട്ട് കയറ്റിവിടുന്നത്? അവർ പിറുപിറുത്തു. ആ നിമിഷമാണ് കോട്ടും സ്യൂട്ടും ധരിച്ച ഒരാൾ തൊട്ടപ്പുറത്തെ സീറ്റിലേക്ക് വന്നത്. കയ്യിൽ വിലകൂടിയ വാച്ച്, ആഡംബരത്തിന്റെ എല്ലാ ചിഹ്നങ്ങളും ഒത്തിണങ്ങിയ രൂപം. അത് രാജനായിരുന്നു, സംസ്ഥാനത്തെ പ്രമുഖ വ്യവസായി. സീറ്റിലിരിക്കാൻ തുടങ്ങിയ രാജൻ തൊട്ടപ്പുറത്തിരിക്കുന്ന രൂപത്തെ കണ്ട് ഒന്ന് ഞെട്ടി. ആ മുഖം, ആ കണ്ണുകൾ, ഓർമ്മകളുടെ പഴയ ഈടുകളിൽ എവിടെയോ കണ്ടുമറന്ന മുഖം. ഹരി, രാജൻ സംശയത്തോടെ വിളിച്ചു. എടാ, ഇത് നീയാണോ? ഹരിദാസ് മെല്ലെ തലയുയർത്തി നോക്കി. ചുളിവുകൾ വീണ് ആ മുഖത്ത് ഒരു മന്ദഹാസം വിരിഞ്ഞു. അയാൾ തലയാട്ടി. രാജന്റെ മുഖത്തെ അത്ഭുതം പെട്ടെന്ന് പുച്ഛത്തിന് വഴിമാറി. എടാ ഹരി, എത്ര കാലമായി? അവസാനം നിന്റെ ജന്മവാസന നിന്നെ കാട്ടിലേക്ക് തന്നെ തിരിച്ചു വിളിച്ചു അല്ലേ? രാജൻ ഉറക്കെ ചിരിച്ചു. വിമാനത്തിലെ മറ്റ് യാത്രക്കാരുടെ ശ്രദ്ധ മുഴുവൻ അവരിലേക്കായി. കോളേജിൽ പഠിക്കുമ്പോൾ ക്ലാസ്സിലെ മിടുക്കനായിരുന്നില്ലേ നീ? സ്കോളർഷിപ്പും റാങ്കുമൊക്കെ വാങ്ങി നടന്നവൻ. എന്നിട്ടിപ്പോ നോക്ക്, തിരിച്ച് കാട്ടിലെ പഴയ മൂപ്പനായി മാറിയോ? നിന്റെ ഈ കോലം കണ്ടാൽ എന്റെ വീട്ടിലെ പണിക്കാര് പോലും ചിരിക്കും. ഹരിദാസ് ഒന്നും മിണ്ടിയില്ല. അയാൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്നു. മഴത്തുള്ളികൾ ജനൽ ചില്ലിൽ വരച്ച ചിത്രങ്ങൾ അയാൾ ശ്രദ്ധിച്ചു. എന്താണ് മിണ്ടാത്തത്? നാട് നന്നായാലും നിങ്ങൾ കാട്ടിലുള്ളവർ നന്നാവില്ല അല്ലേ? രാജൻ വിട്ടില്ല. ടിക്കറ്റ് വല്ല ലോട്ടറി അടിച്ചതാണോ? അതോ ആദിവാസി ക്ഷേമ ഫണ്ടിൽ നിന്ന് കിട്ടിയതോ? യാത്രക്കാരിൽ ചിലർ അത് കേട്ട് ചിരിച്ചു. ഹരിദാസിന്റെ മൗനം രാജന് കൂടുതൽ ധൈര്യം നൽകി. അയാൾ തന്റെ പഴയ സഹപാഠിയെ, തന്റെ മുന്നിൽ തോറ്റുപോയവനെന്ന് മുദ്ര കുത്തി പരിഹസിച്ചുകൊണ്ടിരുന്നു. ഹരിദാസ് അപ്പോഴും നിർവികാരനായിരുന്നു, എന്നാൽ ശാന്തനായിരുന്നു. അയാളുടെ മനസ്സ് മേഘങ്ങൾക്ക് മുകളിലായിരുന്നു. വിമാനം റൺവേയിലൂടെ കുതിച്ചുപാഞ്ഞു. ചക്രങ്ങൾ ഭൂമിയുമായുള്ള ബന്ധം വേർപ്പെടുത്തി ആകാശത്തേക്കുയർന്നു. തുടക്കത്തിൽ യാത്ര സുഗമമായിരുന്നു. എന്നാൽ കോഴിക്കോട് അടുക്കാറായപ്പോഴേക്കും കഥ മാറി. പുറത്ത് ആകാശം കറുത്തിരുണ്ടു. ഇടിമിന്നലുകൾ വിമാനത്തിനു ചുറ്റും അഗ്നിഗോളങ്ങൾ പോലെ പാഞ്ഞു. പെട്ടെന്ന് വിമാനം ശക്തമായി കുലുങ്ങി. എയർ പോക്കറ്റുകളിൽ വീണ വിമാനം താഴേക്കും മുകളിലേക്കും ആടിയുലഞ്ഞു. ലഗേജ് ബിന്നുകൾ തുറക്കുമെന്ന് തോന്നിപ്പിച്ചു. കുട്ടികൾ കരയാൻ തുടങ്ങി. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, സീറ്റ് ബെൽറ്റ് മുറുക്കി ധരിക്കുക, കാലാവസ്ഥ മോശമാണ്, ക്യാപ്റ്റന്റെ ശബ്ദം സ്പീക്കറിലൂടെ കേട്ടു. പക്ഷെ ആ ശബ്ദത്തിൽ പതിവില്ലാത്ത ഒരു വിറയലുണ്ടായിരുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ വിമാനം നിയന്ത്രണം വിട്ട പട്ടം പോലെയായി. യാത്രക്കാരുടെ നിലവിളികൾ ഉയർന്നു. രാജൻ ഭയന്നു വിറച്ച് സീറ്റിൽ മുറുകെ പിടിച്ചു. ദൈവമേ, അയാൾ വിളിച്ചു. അപ്പോഴാണ് കോക്പിറ്റിൽ നിന്ന് ആ ഞെട്ടിക്കുന്ന അനൗൺസ്മെന്റ് വന്നത്. എയർ ഹോസ്റ്റസിന്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. ശ്രദ്ധിക്കുക, ഇതൊരു അടിയന്തര അറിയിപ്പാണ്. നമ്മുടെ ചീഫ് പൈലറ്റിന് പെട്ടെന്നൊരു ഹൃദയാഘാതം സംഭവിച്ചിരിക്കുന്നു. സഹപൈലറ്റിന് വിമാനം ഒറ്റയ്ക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. പുറത്ത് അതിശക്തമായ കാറ്റും മഴയുമാണ്. കരിപ്പൂരിലെ ടേബിൾ ടോപ്പ് റൺവേയിൽ ഇറക്കുകയെന്നത്
അവൾ വാചകം പൂർത്തിയാക്കിയില്ല. തുടർന്ന് അവൾ വിറയ്ക്കുന്ന ശബ്ദത്തിൽ ചോദിച്ചു, യാത്രക്കാരിൽ ആർക്കെങ്കിലും വിമാനം പറത്തി മുൻപരിചയമുണ്ടോ? ഉണ്ടെങ്കിൽ ദയവായി മുന്നോട്ട് വരണം. ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. വിമാനത്തിനുള്ളിൽ മരണതുല്യമായ നിശബ്ദത പടർന്നു. ആർക്കും ഒന്നും ചെയ്യാനില്ല. എല്ലാവരും മരണത്തെ മുഖാമുഖം കണ്ടു. പെട്ടെന്ന് സീറ്റ് നമ്പർ 3A-യിൽ നിന്നൊരു അനക്കമുണ്ടായി. മുഷിഞ്ഞ മുണ്ട് ധരിച്ച എല്ലാവരും പരിഹസിച്ച ആ വൃദ്ധൻ സീറ്റ് ബെൽറ്റ് അഴിച്ചെഴുന്നേറ്റു. അയാൾ നടപ്പാതയിലൂടെ മുന്നോട്ട് നടന്നു. ഹേയ്, താൻ എങ്ങോട്ടായി പോകുന്നത്? രാജൻ വിളിച്ചു പറഞ്ഞു. ഭ്രാന്ത് പിടിച്ചോ? അവിടെ പൈലറ്റുമാരാണ് വേണ്ടത്, മന്ത്രവാദികളെ അല്ല. ഹരിദാസ് തിരിഞ്ഞു നോക്കിയില്ല. എയർ ഹോസ്റ്റസ് അയാളെ തടയാൻ ശ്രമിച്ചു. സർ, സീറ്റിലിരിക്കൂ. എനിക്ക് വിമാനം പറത്താൻ അറിയാം, ഹരിദാസ് ശാന്തനായി പറഞ്ഞു. അയാളുടെ ശബ്ദത്തിൽ ഒരു വല്ലാത്ത ഗാംഭീര്യമുണ്ടായിരുന്നു. അയ്യേ, ഈ കാട്ടിൽ കിടക്കുന്ന മനുഷ്യനാണോ വിമാനം ഓടിക്കാൻ പോകുന്നത്? ഇയാൾക്ക് കാളവണ്ടി ഓടിക്കാൻ മാത്രമേ അറിയൂ. ഇയാൾ നമ്മളെ കൊല്ലും. രാജനും മറ്റ് യാത്രക്കാരും പരിഭ്രാന്തിലായി. പക്ഷേ ഹരിദാസ് ആരെയും വകവയ്ക്കാതെ കോക്പിറ്റിലേക്ക് കയറി. വാതിൽ തുറന്ന് അയാൾ അകത്തേക്ക് കടന്നു. അകത്ത് സഹപൈലറ്റ് വിയർത്ത് കുളിച്ചിരിക്കുകയായിരുന്നു. കൺസോളിലെ ലൈറ്റുകളെല്ലാം അപകടസൂചകം നൽകി മിന്നുന്നു. ആരാണത്? സഹപൈലറ്റ് തിരിഞ്ഞുനോക്കി. ഹരിദാസിനെ കണ്ടതും അയാൾ സ്തംഭിച്ചുപോയി. അയാളുടെ കണ്ണുകൾ വികസിച്ചു. ക്യാപ്റ്റൻ ഹരിദാസ് സാർ. സഹപൈലറ്റിന്റെ ശബ്ദം ഇടറി. അതെ, അത് വെറുമൊരു ആദിവാസി വൃദ്ധനായിരുന്നില്ല. ഗോത്രവിഭാഗത്തിൽ നിന്നും കഠിന പ്രയത്നം കൊണ്ട് ഉയർന്നുവന്ന വ്യക്തി. ഇന്ത്യൻ വ്യോമയാന സേനയിലെ മികച്ച പൈലറ്റായി മാറിയയാൾ. പിന്നീട് കൊമേഴ്ഷ്യൽ വിമാനങ്ങൾ പറത്തി ഇതിഹാസമായി മാറുകയും ചെയ്ത ക്യാപ്റ്റൻ ഹരി. കാടിന്റെ മക്കൾക്ക് ആകാശം തൊടാൻ കഴിയില്ലെന്ന് പറഞ്ഞവരുടെ മുന്നിലൂടെ പറന്നുയർന്ന പരുന്ത്. വർഷങ്ങൾക്ക് മുൻപ് വിരമിച്ച ശേഷം തന്റെ വേരുകൾ തേടി മണ്ണിന്റെ മണമുള്ള ഊരിലേക്ക് മടങ്ങിയതായിരുന്നു അദ്ദേഹം. യങ് മാൻ, പേടിക്കണ്ട, നമുക്കിതിനെ താഴെ ഇറക്കാം, ഹരിദാസ് പറഞ്ഞു. ആ പഴയ കമാൻഡിംഗ് വോയിസ് തിരിച്ചു വന്നിരുന്നു. ഹരിദാസ് പൈലറ്റിന്റെ സീറ്റിലേക്ക് കയറിയിരുന്നു. വർഷങ്ങളുടെ ഇടവേളയുണ്ടായിരുന്നിട്ടും ആ സീറ്റിലെ സ്പർശം അയാളുടെ സിരകളിൽ പഴയൊരു ഊർജം നിറച്ചു. മുന്നിലെ ഡാഷ്ബോർഡിൽ അപകടസൂചകമായി മിന്നുന്ന ചുവന്ന ലൈറ്റുകൾ, ചെവിയിൽ മുഴുങ്ങുന്ന അലാറങ്ങൾ. ഒരു സാധാരണ മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന ആ അന്തരീക്ഷം ഹരിദാസിന് സുപരിചിതമായ യുദ്ധക്കളമായിരുന്നു. അയാൾ ഹെഡ്സെറ്റ് എടുത്ത് ചെവിയിൽ വെച്ചു. ആ നിമിഷം നരച്ച മുടിയും മുഷിഞ്ഞ മുണ്ടുമുടുത്ത ആദിവാസി വൃദ്ധൻ അപ്രത്യക്ഷനായി. അവിടെ ആയിരക്കണക്കിന് മണിക്കൂറുകൾ ആകാശത്തെ മെരുക്കിയ, കൊടുങ്കാറ്റുകളെ കീഴ്പ്പെടുത്തിയ ക്യാപ്റ്റൻ ഹരി പുനർജനിച്ചു. കോപൈലറ്റ്, എഞ്ചിൻ സ്റ്റാറ്റസ് റിപ്പോർട്ട് ചെയ്യൂ. ഹരിദാസിന്റെ ശബ്ദം ലോഹത്തിന്റെ കാഠിന്യം പോലെ മുഴങ്ങി. അതുവരെ വിറച്ചിരുന്ന സഹപൈലറ്റ് ആ ശബ്ദത്തിലെ ആത്മവിശ്വാസം കണ്ട് പകച്ചുപോയി. അയാൾ പെട്ടെന്ന് കൺസോളിലേക്ക് നോക്കി വിവരങ്ങൾ വിളിച്ചു പറഞ്ഞു. പുറത്ത് പ്രകൃതി അതിന്റെ സംഹാരരൂപം പുറത്തെടുത്തിരുന്നു. കാറ്റ് വിമാനത്തെ ഒരു കളിപ്പാട്ടം പോലെ തട്ടിക്കളിച്ചു. കോഴിക്കോട് വിമാനത്താവളം ഒരു ടേബിൾ ടോപ്പ് റൺവേയാണ്. കുന്നിൻ മുകളിൽ ചെത്തി നിരപ്പാക്കിയ ചെറിയൊരു ട്രാക്ക്. ഒരൽപ്പം പിഴച്ചാൽ, റൺവേ തെറ്റിയാൽ വിമാനം ആയിരക്കണക്കിനടി താഴെയുള്ള അഗാധമായ കൊക്കയിലേക്ക് വീഴും. മഴ കാരണം റൺവേ വഴുക്കലുള്ളതായിരുന്നു. കാഴ്ച ഏതാണ്ട് 0 സർ, ക്രോസ് വിൻഡ് വളരെ കൂടുതലാണ്. നമുക്ക് ലാൻഡ് ചെയ്യാൻ കഴിയില്ല, സഹപൈലറ്റ് ഭയത്തോടെ പറഞ്ഞു. നമ്മൾ ലാൻഡ് ചെയ്യും, ഹരിദാസ് പറഞ്ഞു. ഓട്ടോ പൈലറ്റ് ഓഫ് ചെയ്യൂ. മാനുവൽ കൺട്രോൾ എനിക്ക് തരൂ. യാത്രക്കാരുടെ ക്യാബിനിൽ നിലവിളികൾ ഉയർന്നു. രാജൻ സീറ്റിൽ മുറുകെ പിടിച്ചിരുന്നു. മരണഭയം അയാളുടെ അഹങ്കാരത്തെ കാർന്നു തിന്നിരുന്നു. താൻ പുച്ഛിച്ച ആ മനുഷ്യന്റെ, കാട്ടിലെ മൂപ്പന്റെ കൈകളിലാണിപ്പോൾ തന്റെ ജീവൻ എന്ന സത്യം അയാളെ പൊള്ളിച്ചു. വിമാനം താഴേക്ക് കുതിച്ചു. മേഘങ്ങൾക്കിടയിലൂടെ റൺവേയുടെ നേരിയ വെളിച്ചം കണ്ടു തുടങ്ങി. പെട്ടെന്ന് ശക്തമായൊരു കാറ്റ് വിമാനത്തെ വലതുവശത്തേക്ക് തള്ളിമാറ്റി. വിമാനം നിയന്ത്രണം വിട്ടു ചരിഞ്ഞു. സർ, നമ്മൾ ക്രാഷാകും, സഹപൈലറ്റ് അലറി. പക്ഷേ ഹരിദാസിന്റെ കൈകൾ വിറച്ചില്ല. കാട്ടിലെ കഴുകന്മാർ കാറ്റിനെതിരെ ചിറക് വിരിച്ചു നിൽക്കുന്നത് അയാൾ ഓർത്തു. കാറ്റിന്റെ ശക്തിയെ കാറ്റുകൊണ്ട് തന്നെ നേരിടുക. അയാൾ യോക്ക് വെട്ടിത്തിരിച്ചു. അത്ഭുതകരമായ മെയ്വഴക്കത്തോടെ അയാൾ വിമാനത്തെ നേരെയാക്കി. ഫ്ലാപ്സ് 30 ഡിഗ്രി. ലാൻഡിംഗ് ഗിയർ ഡൗൺ, ഹരിദാസ് കൽപ്പിച്ചു. ഭൂമി അടുത്തുവന്നു. മഴത്തുള്ളികൾ വിമാനത്തിന്റെ മുൻവശത്തെ ചില്ലിലടിച്ചുകൊണ്ടിരുന്നു. റൺവേയിലെ ലൈറ്റുകൾ ഇപ്പോൾ വ്യക്തമാണ്. പക്ഷേ വിമാനം ഇപ്പോഴും വായുവിൽ ആടുകയായിരുന്നു. പിടിച്ചുനിന്നോ, ഹരിദാസ് മന്ത്രിച്ചു. റൺവേയുടെ തൊട്ടുമുകളിൽ വെച്ച് അവസാന നിമിഷം അയാൾ വിമാനത്തിന്റെ മൂക്കുയർത്തി. പിൻചക്രങ്ങൾ റൺവേയിൽ തൊട്ടു. ധും! ഒരു വലിയ കുലുക്കത്തോടെ വിമാനം നിലത്തിറങ്ങി. റിവേഴ്സ് ത്രസ്റ്റ്, ഫുൾ ബ്രേക്ക്. ഹരിദാസ് എഞ്ചിനുകളെ വിപരീത ദിശയിൽ കറക്കി.
മഴവെള്ളം നിറഞ്ഞ റൺവേയിൽ വിമാനം തെന്നി നീങ്ങി. റൺവേ അവസാനിക്കാൻ ഇനി മീറ്ററുകൾ മാത്രം. മുന്നിൽ അഗാധമായ കൊക്ക വാ പിളർന്നു നിൽക്കുന്നു. എല്ലാവരും ശ്വാസമടക്കി പിടിച്ചു. ഹരിദാസിന്റെ കാലുകൾ ബ്രേക്ക് പെഡലിൽ ആഞ്ഞു ചവിട്ടി. ടയറുകൾ റൺവേയിൽ ഉരശിപ്പുകഞ്ഞു. വിമാനത്തിന്റെ വേഗത കുറഞ്ഞു. ഒടുവിൽ റൺവേയുടെ അറ്റത്ത് കൊക്കയിലേക്ക് വീഴാൻ വെറും 10 അടി ബാക്കി നിൽക്കെ ആ കൂറ്റൻ യന്ത്രം നിശ്ചലമായി. കോക്പിറ്റിൽ നിശബ്ദത പടർന്നു. സഹപൈലറ്റ് വിശ്വസിക്കാനാവാതെ ഹരിദാസിനെ നോക്കി. ഹരിദാസ് പതിയെ ഹെഡ്സെറ്റ് ഊരിവെച്ചു. അയാളുടെ നെറ്റിയിൽ നിന്നും വിയർപ്പു തുള്ളികൾ ഇറ്റിട്ട് വീണു. ആ പഴയ തോർത്തുമുണ്ടെടുത്ത് അയാൾ മുഖം തുടച്ചു. നമ്മളെത്തി, അയാൾ ശാന്തമായി പറഞ്ഞു. വിമാനം നിന്നതും യാത്രക്കാർ ആശ്വാസത്തോടെ ശ്വാസം വിട്ടു. പലരും കരഞ്ഞുപോയി. കോക്പിറ്റിൽ നിന്നും അറിയിപ്പ് വന്നു. നാം സുരക്ഷിതമായി എത്തിയിരിക്കുന്നു. വാതിൽ തുറന്ന് പുറത്തിറങ്ങിയ ഹരിദാസിനെ കണ്ട് വിമാനത്തിലെ മുഴുവൻ യാത്രക്കാരും എഴുന്നേറ്റ് നിന്നു. അവരുടെ കണ്ണുകളിൽ ഇപ്പോൾ പുച്ഛമായിരുന്നില്ല, മറിച്ച് ആരാധനയും നന്ദിയും മാത്രമായിരുന്നു. രാജൻ സീറ്റിൽ നിന്നും എഴുന്നേറ്റ് നിന്നു. അയാളുടെ തല കുനിഞ്ഞിരുന്നു. അയാൾ മെല്ലെ ഹരിദാസിന്റെ അടുത്തേക്ക് നടന്നു. ഹരി, രാജന്റെ ശബ്ദമിടറി. ഹരിദാസ് പുഞ്ചിരിച്ചുകൊണ്ട് നോക്കി. ക്ഷമിക്കണം ഹരി, നിന്റെ വേഷം കണ്ട്, നിന്റെ ജാതി കണ്ട്, നിന്റെ പശ്ചാത്തലം കണ്ട് ഞാൻ നിന്നെ വിലയിരുത്തിപ്പോയി. നീയാണ് യഥാർത്ഥ ഹീറോ. രാജൻ വിതുമ്പിക്കൊണ്ട് കൈകൂപ്പി. അയാളുടെ പിന്നിൽ മൂക്കുപൊത്തിയിരുന്ന സ്ത്രീയും പരിഹസിച്ചവരുമെല്ലാം കൈകൂപ്പി നിൽക്കുന്നുണ്ടായിരുന്നു. ഹരിദാസ് രാജന്റെ തോളിൽ തട്ടി. രാജ, വേഷമോ ഭാഷയോ കുലമോ അല്ല മനുഷ്യനെ വലുതാക്കുന്നത്. വിമാനം പറക്കുമ്പോൾ അത് താഴെയുള്ള ചേരികളെയും കൊട്ടാരങ്ങളെയും ഒരേപോലെയാണ് കാണുന്നത്. ആകാശത്തിന് വിവേചനങ്ങളില്ല. നമ്മളും അങ്ങനെയാവണം. തന്റെ തോർത്തുമുണ്ട് തോളിച്ചിട്ടു. ആ പഴയ ഭാണ്ഡവുമെടുത്തു മഴ തോർന്ന കോഴിക്കോടിന്റെ മണ്ണിലേക്ക് ക്യാപ്റ്റൻ ഹരിദാസ് ഇറങ്ങി നടന്നു. പിന്നിൽ ഒരു വിമാനം മുഴുവൻ അദ്ദേഹത്തെ സല്യൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു.